എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തി ബാക്കി വന്നാൽ രാവിലെ വളരെ എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ചപ്പാത്തി ബാക്കി വെക്കും രാവിലെ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതാ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കിയുണ്ടേനു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിയിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസിൽ നിന്നും കുറച്ച് ചീസ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ചീസ് വാങ്ങുന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യാതെ ചീസ് വാങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ചീസ് കവർ ചെയ്യുന്ന രീതിയിൽ ചപ്പാത്തിനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ 4 സൈഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ചീസ് വെക്കുക. എന്നിട്ട് ആ ചീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അങ്ങനെ 4 സൈഡും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും രാവിലെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ 4 സൈഡിലും ചീസെല്ലാം വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, ഒരു ബോക്സ് ടൈപ്പിൽ. എന്നിട്ട് ഈ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചീസ് ഇട്ടതിന് ശേഷം നമുക്കിത് പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചപ്പാത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു നടുവിലായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ചൊന്ന് പുറത്തേക്കായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പുറത്തേക്കാവാതെ ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു മുട്ടയെല്ലാം ഒന്ന് സെറ്റായി ഒരു ചീസെല്ലാം മെൽറ്റാകുന്ന ആ ഒരു സമയം വരെ വെച്ചാൽ മതി. അപ്പോൾ മുട്ടയെല്ലാം ഒന്ന് സെറ്റായി ചീസെല്ലാം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്കായും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ഭാഗത്തും നമ്മൾ കുത്തി കൊടുത്ത ടൂത്ത് പിക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.